ഉമ്മത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ എന്റെ ഉമ്മത്ത് റമദാൻ മാസത്തിൽ അല്ലാഹു കൊടുത്തതാകുന്ന പവിത്രതകൾ റമദാൻ മാസത്തെ അല്ലാഹു എത്രത്തോളം ആദരിച്ചു ബഹുമാനിച്ചു സ്നേഹിച്ചു എന്ന് റമദാൻ മാസത്തിൽ അല്ലാഹു കൊടുത്തതാകുന്ന ചൊരിഞ്ഞതാകുന്ന പവിത്രതകൾ എന്റെ ഉമ്മത്ത് പരിപൂർണ്ണത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ എന്റെ ഉമ്മത്ത് പരിപൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വർഷം മുഴുവനും റമദാൻ മാസമായിരുന്നെങ്കിൽ വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, വർഷം മുഴുവനും റമദാൻ മാസമായാൽ നന്നായിരുന്നു എന്ന് എന്റെ ഉമ്മത്ത് കൊതിച്ചു പോകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ മാസത്തെ അല്ലാഹു എത്രത്തോളം ആദരിച്ചു, എത്ര ബഹുമാനങ്ങൾ, എത്ര പവിത്രതകൾ, എത്ര ഫضലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒറ്റ റമദാൻ മാസത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന പരിപൂർണ്ണ അർത്ഥത്തിൽ എന്റെ ഉമ്മത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ വർഷം മുഴുവനും റമദാൻ മാസമായാൽ നന്നാകുമായിരുന്നു എന്ന് കൊതിച്ചു പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിനെ ചേർത്തുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ലഅന്നൽ ഹസനത ഫീഹി മുജ്തമഅത്തുൻ വത്വാഅതു മഖ്ബൂലത്തുൻ വദ്ദുനൂബു മഗ്ഫൂറത്തുൻ വദ്ദഅവാതു മുസ്തജാബത്തുൻ വജ്ജന്നതു മുഷ്താഖത്തുൻ ലക്കും. കാരണം റമദാൻ മാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു പറയുന്നു, നാം ചെയ്യുന്നതാകുന്ന നന്മകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഒരുമിച്ച് വെക്കുന്ന മാസമാണ്, നമ്മുടെ നന്മകൾ അല്ലാഹു സ്വീകരിക്കുന്ന മാസമാണ്, നമ്മുടെ ദുആകൾക്ക് അല്ലാഹു ഉത്തരം തരുന്ന മാസമാണ്, നാം ചെയ്തു കൂട്ടിയതാകുന്ന പാപങ്ങൾ പുറത്തുന്ന മാസമാണ് റമദാൻ മാസം. അല്ലാഹുവിന്റെ ഈ റമദാൻ മാസത്തെ ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച് തഖ്വയുടെ നിഷ്ഠിതമായ റമദാൻ മാസത്തെ കൈവിടുന്നവര്, റമദാൻ മാസത്തെ അല്ലാഹുവിനെ ഭയച്ച് വിടുന്നവരെ കുറിച്ച് അങ്ങനെയുള്ള മുത്തമുഖീങ്ങളെ റമദാൻ മാസം ആദരിച്ച മുത്തമുഖീങ്ങളെ സ്വർഗ്ഗമടക്കം കൊതിച്ചു നിൽക്കുന്ന മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തെ പരിപൂർണമായി ഉമ്മത്ത് മനസ്സിലാക്കിയാൽ അവർ വർഷം മുഴുവനും റമദാനാകുമെന്ന് കൊതിച്ചു പോകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ബഹുമാനിച്ച് അല്ലാഹുവിന്റെ സുജൂദിലായി കഴിയുന്നവരെ, അല്ലാഹുവിന്റെ റുകൂഇലായി കഴിയുന്നവരെ, അല്ലാഹുവിന്റെ വേണ്ടി നോക്കിച്ച് ജീവിക്കുന്നവരെ, അല്ലാഹുവിന്റെ വേണ്ടി റമദാൻ മാസത്തിൽ മാത്രം അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകമായി സുന്നത്താക്കിയ തറാവീഹ് നമസ്കാരത്തിൽ നമസ്കരിക്കുന്നവരെ, തറാവീഹ് നമസ്കരിക്കുന്നവരെ നോക്കിഷ്ഠിക്കുന്നവരെ അവന്റെ ജീവിതത്തിൽ അവനും കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് പവിത്രതകൾ നിറഞ്ഞതാകുന്ന റമദാൻ മാസം കടന്നു വന്നിട്ടും റമദാൻ മാസം കഴിഞ്ഞു പോകുമ്പോൾ ഒരു വ്യക്തി അവന്റെ മുന്നിൽ ഉണ്ടായിരുന്ന മാസം പോലെ തന്നെയാണെങ്കിൽ റമദാനിൽ ഒരു മാറ്റവുമില്ല എങ്കിൽ റമദാൻ കഴിഞ്ഞു പോകുമ്പോഴും റമദാനില്ലാത്ത മാസങ്ങളെ അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപടിയാണ് റമദാൻ കഴിഞ്ഞു പോകുമ്പോഴും അവരുണ്ടായിരുന്നെങ്കിൽ അവര് മഹ്റൂമനാണ്, അവരെ രക്ഷിച്ചവനാണ്, അവരെ നാശത്തിലാണ്, അവര് പരാജയപ്പെട്ടവരാണ്, അവര് ശപിക്കപ്പെട്ടവരാണ്, അവരെ അല്ലാഹുവിന്റെ വേണ്ടാത്തവരാണ്, അവരൊന്നിനും കൊള്ളാത്തവരാണ്, അവര് ദുർബലരാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ലഅന്ന റമദാന ശഹ്റു റഹ്മത്തിൻ വ മഗ്ഫിറത്തിൻ മിനല്ലാഹ് ഫഇൻ ലം യുഗ്ഫർ ലഹു ഫീഹി ഫഹുവ മഖ്ബൂൽ. റമദാൻ മാസം അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തിന്റെ മാസമാണ്, റമദാൻ അല്ലാഹുവിന്റെ ബർക്കത്തിന്റെ മാസമാണ്. അതിലവരെ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടിക്കാൻ സാധ്യമായില്ല എങ്കിൽ ഫഹുവ മഖ്ബൂൽ, അവരെ പരാജയപ്പെട്ടവനാണ്, അവര് ശപിക്കപ്പെട്ടവനാണ്, അവൻ അല്ലാഹുവിനെ കൊണ്ട് ശപിക്കപ്പെട്ടവനാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടുകൊണ്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ എന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വ്യക്തിയെ അല്ലാഹുവിന്റെ മലക്കുകൾ നരകത്തിന്റെ ചങ്ങാടങ്ങൾ കൊണ്ട് കെട്ടിയിട്ട് എന്റെ മുന്നിലൂടെ വലിച്ചു പോവുകയാണ്. അദ്ദേഹം എന്നെ കാണുമ്പോൾ യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊന്ന് നിങ്ങൾ ദുആ ചെയ്യണേ നബിയേ. ആരുമില്ല നബിയേ, ആരാരുമില്ല നബിയേ, എല്ലാവരും കൈവിളിഞ്ഞു പോയി നബിയേ, എല്ലാവരും എന്നെ
അല്ലാഹുവിന്റെ റസൂൽ ഇത് കണ്ട് സങ്കടം താങ്ങാൻ കഴിയാതെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനെ കൈ ഉയർത്തിക്കൊണ്ട് ഈ കരങ്ങൾ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് യാ ഇലാഹി പടച്ചറബ്ബേ എന്നെ പടച്ചറാകുന്ന എനിക്ക് കിട്ടു തന്നതാകുന്ന അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്, ഈ വ്യക്തിക്ക് നീ മറന്നെടുത്ത് കൊടുക്കണേ അല്ലാഹ്. ഇങ്ങനെ ദുആ ചെയ്യേണ്ട താമസം വാനലോകത്തിൽ ഒരു വിടംബരം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയുകയാണ്, അതിന്റെ നബിയെ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നബിയെ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നബിയെ, ഞാൻ ദുആ സ്വീകരിക്കുകയില്ല, ദുആ ചെയ്യുന്നതായാണ് അഷ്റഫുൽ ഖൽഖ് ഖാതിമുൻ നബി അക്മലുൽ ഇൻസാനായ അഫ്ദലുൽ ബശറായ മുഹമ്മദ് മുസ്തഫ ഹബീബായ തങ്ങളാണ് ദുആ ചെയ്യുന്നത്. നബി തങ്ങളാണെങ്കിലും അല്ലാഹുവിന്റെ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഭൂമിലോകത്തല്ല ആകാശലോകത്ത് പോലും ഈ ഭൂമിലോകത്തെ സർവ്വലോകത്തും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അല്ലാഹു നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാണ് ദുആ ചെയ്യുന്നത്. നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞു, നബിയേ നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നബിയേ, നിങ്ങളാണ് ദുആ ചെയ്യുന്നതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട റസൂൽ നിങ്ങളാണ്, അത് ശരിയാണ്. നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്താൽ ഞാൻ ആ ദുആ സ്വീകരിക്കൂല നബിയേ. ഇദ്ദേഹത്തിന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ് യാ ഇലാഹി പടച്ചറബ്ബേ ഇവന് ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്താൽ തടയാൻ മാത്രം എന്ത് തെറ്റാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചോദിക്കുന്ന താമസം അല്ലാഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ദിവസത്തിന്റെ ഒരു ഫർദിന്റെ കൂലിയാണ് നബിയേ, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ് നബിയേ. കുഞ്ഞു മക്കളടക്കം തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി വന്ന മാസമായിരുന്നു നബിയേ. കുഞ്ഞു മക്കൾ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റിരുന്ന മാസമായിരുന്നു നബിയേ. നിങ്ങൾ എനിക്ക് വേണ്ടി ഇവൻ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങൾ ഓർത്തുകൊണ്ട് എന്നോട് കരഞ്ഞു മടങ്ങാൻ വേണ്ടി ഞാൻ ഇവനൊരു 10 ദിവസം കൊടുത്തു. എന്റെ റഹ്മത്തിനെ തേടാൻ വേണ്ടി ഞാൻ ഇവനൊരു 10 ദിവസം കൊടുത്തു നബിയേ. നരകവാസികളായ ലക്ഷക്കണക്കിന് ആളുകൾ നരകത്തിൽ നിന്നും സ്വർഗ്ഗത്തിലേക്ക് കരഞ്ഞേറ്റിട്ടുണ്ട് നബിയേ. അങ്ങനെയുള്ള 10 ദിവസം ഞാൻ ഈ പാപിക്കും കൊടുത്തു നബിയേ. ഇങ്ങനെയുള്ളതാകുന്ന പവിത്രമേറിയ ഒരു മാസം മുഴുവനും കൊടുത്തേറ്റും നന്നാവാത്തവനാ നബിയേ. കുഞ്ഞുമക്കൾ നോക്കി നോക്കി നടന്ന ദിവസത്തിൽ ഇദ്ദേഹം വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചവനാ നബിയേ. കുഞ്ഞുമക്കൾ പള്ളിയിലേക്ക് തറാവീഹ് നമസ്കാരത്തിന് വന്ന സമയത്ത് വീട്ടിലിരുന്ന് ഉറങ്ങിയവനാ നബിയേ. അങ്ങാടികളിൽ നിന്ന് പള്ളി പരിസരങ്ങളിലുള്ള അങ്ങാടികളിൽ നിന്ന് മുമ്പിൽ തോന്നിയവനാ നബിയേ. ഇവന് ഞാൻ പൊരുത്തം കൊടുക്കൂല നബിയേ. റമദാൻ മാസത്തിൽ നന്നാവാത്തവനാ നബിയേ. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ദുആ ചെയ്യോ നബിയേ. ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്ന നബിയേ. ഇത് കേൾക്കുന്ന താമസം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ വീണ്ടും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൈയെടുത്തുകൊണ്ട് യാ ഇലാഹി പടച്ചറബ്ബേ റഹ്മാനായ അല്ലാഹ്, നീ ആർക്ക് പൊരുത്തം കൊടുത്താലും നീ ആർക്ക് സ്വർഗ്ഗം കൊടുത്താലും ഈ വ്യക്തിക്ക് നീ സ്വർഗ്ഗം കൊടുക്കല്ലേ അല്ലാഹ്, ഈ വ്യക്തിക്ക് നീ പൊരുത്തം കൊടുക്കല്ലേ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഒരാൾക്ക് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ റമദാൻ മാസത്തോട് അകവ് കേട് കാണിച്ചത് കൊണ്ടാ, റമദാൻ മാസത്തെ ബഹുമാനിക്കാത്തത് കൊണ്ടാ, റമദാൻ മാസം തന്നിട്ട് പോലും നന്നാവാത്തത് കൊണ്ടാ, റമദാൻ മാസം അല്ലാഹു നമുക്ക് നൽകുന്നത് റമദാനല്ലാത്ത മാസങ്ങളെല്ലാം ചെയ്തു കൂട്ടിയതാകുന്ന പാവങ്ങളെ ഇല്ലായ്മ ചെയ്യാനാ, മായ്ച്ചു കളയാൻ വേണ്ടിയാണ്. ഒരു തിന്മയെ മറ്റൊരു നന്മകളാണ് മായ്ക്കേണ്ടത്. 11 മാസം ഞാൻ കൂട്ടിയതാകുന്ന തെറ്റുകുറ്റങ്ങള് പൊറുക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരൊറ്റ മാസം അല്ലാഹു പൂർണ്ണമായി തരുന്നുണ്ട്. അതിന് നമുക്ക് മനസ്സിലാക്കാം, റമദാൻ മാസത്തിൽ അല്ലാഹു ഏറെ ബഹുമാനിച്ച മാസമാണ്, ഏറെ ആദരിച്ച മാസമാണ്, ഒരുപാട് പവിത്രതകൾ ചൊരിഞ്ഞു തന്ന മാസമാണ്. റമദാൻ മാസത്തിൽ നന്നായില്ല എങ്കിൽ അവരെ മഖബൂലാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടി ഒരുപാട് കാലം ഇങ്ങനെയുള്ള റമദാൻ മാസങ്ങൾ സ്വീകരിക്കാനും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നിന്റെ മാമടക്കം ഈ പള്ളി പരിസരങ്ങളിൽ മറപ്പെട്ട് കിടക്കുന്നവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവരിൽ ഏതെല്ലാം നമ്മുടെ ബന്ധുക്കളെ ഏതെല്ലാം പരിസരങ്ങളിൽ മറപ്പെട്ട് കിടക്കുന്നു എന്ന് അല്ലാഹുവിനെ അറിയാം. അല്ലാഹുവിനെ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണം. റമദാൻ മാസത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, അവർ ചെയ്തു കൂട്ടിയതാകുന്ന പാപങ്ങൾ അല്ലാഹുവിന് വിട്ടുകൊടുത്ത് മാപ്പാക്കണേ അല്ലാഹ്.
അവർ ചെയ്തതാകുന്ന സൽക്കർമ്മങ്ങൾ പടച്ചറപ്പിനെ അതേപോലെ സ്വർഗത്തിലേക്ക് അയച്ചു കൊടുക്കണേ പടച്ചറപ്പെ. അവരുടെ റൂഹുകളിലേക്ക് ദുആയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നേറ്റിക്കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്, ഹബീബിന്റെ തിരുനോട്ടം എത്തിയ മജ്ലിസാക്കണേ പടച്ചറപ്പെ. ഹബീബായ തങ്ങൾ സ്വർഗ്ഗത്തിൽ ഭൂമിലോകങ്ങളിലെ സ്വർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് ഇതിന്റെ മജ്ലിസ്. നമ്മുടെ ഈ മജ്ലിസിനെയും അത്തരത്തിലുള്ള മജ്ലിസുകളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർക്ക് നല്ല ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആയുസ്സിന് നീ ബർക്കത്തിട്ട് തരണേ പടച്ചറപ്പേ. ശരീരത്തിന്റെ നാടിനെലുമ്പുകളിൽ വല്ല രോഗാണുക്കളുണ്ടെങ്കിൽ നീ അതിനെ കരിച്ചു കളയണേ അല്ലാഹ്. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. വാഹനങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും എവിടെയാണെങ്കിലും സദാസമയം നിന്റെ മഹത്തായ സംരക്ഷണത്തിലും നിരീക്ഷണത്തിലും ആക്കണേ അല്ലാഹ്. ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നതാകുന്ന, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വീഴുന്നതാകുന്ന, ചുറ്റിൽ നിന്ന് വളയുന്നതാകുന്ന സർവ്വമാന ആപത്ത് വിപത്ത് ബലാഹകളെ പെട്ടെന്നുള്ള അപകട കാര്യങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. വെടിങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. മരിക്കാൻ ഹൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവെ പുഞ്ചിരിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാഹ്. നിന്റെ ഹൃദയോടെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ വധുവിന്റെ സമയത്ത് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ആരെയും നീ പെടുത്തി കളയില്ല അല്ലാഹ്. അല്ലാഹുവെ നമ്മിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറുകളിലേക്ക് അല്ലാഹുവെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മയും അവരെയും നീ നിന്റെ സിറാത്ത് എന്ന പാലം മിന്നൽ വേഗത്തിൽ കടന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്.